ഇത് സിറ ഇനത്തിൽപ്പെട്ട മുളകാണ്. അപ്പോൾ നമ്മളിത് പാകിയിരിക്കുന്നത് ഒരു ചെറിയ ബോക്സിനകത്താണ്. ഒരുവിധം നല്ലോണം ആരോഗ്യമുള്ള ചെടികളൊക്കെ തന്നെയാണ് സിറ മുളകിൻ്റേത്. കീടബാധയും നന്നേ കുറവാണ് സിറ മുളക് എന്ന ഇനത്തിന്. അതിനൊപ്പം ഞാൻ മാലിമുളക് അഥവാ കരണംപുട്ടി എന്നൊക്കെ പറയുന്ന മുളക് കൂടി ഈ ബോക്സിൽ നട്ടിട്ടുണ്ട്. അപ്പോൾ ഈ മുളകൊക്കെ നമ്മൾ നട്ട് കുറച്ച് കഴിയുമ്പോൾ വിളവെടുത്ത് കഴിഞ്ഞാൽ ഒന്ന് പ്രൂൺ ചെയ്ത് നിർത്താനുള്ളൊരു സമയമാണ് നമ്മുടെ ഈ മഴക്കാലം. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഈ ചെയ്യുന്നത്. അപ്പോൾ വെൽക്കം ഫ്രണ്ട്സ്, നമ്മുടെ റിയൽ ഗ്രീൻ ബോക്സ് ആണ്. നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഈ മഴക്കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുളക് പുതിയ തൈകൾ വെച്ച് പിടിപ്പിക്കാനും ഉള്ള മുളക് തൈകൾ പ്രൂൺ ചെയ്ത് നിർത്തുവാനുമുള്ള സമയമാണ്. മുളക് ഇതുപോലെ തന്നെ ഈ ചെറിയ മുളകിൻ്റെ വലിപ്പം കുറയുന്ന അത് ആണ് മുളകിൻ്റെ ഒരു വാട്ടകാലം. അതായത് ആ സമയത്ത് നമ്മൾ പ്രൂൺ ചെയ്ത് വളമൊക്കെ ഒരുക്കി കൊടുത്ത് കുറച്ച് വേപ്പിൻ പിണ്ണാക്കും കപ്പലണ്ടി പിണ്ണാക്ക് അതുപോലുള്ള വളങ്ങളൊക്കെ നമ്മൾ മണ്ണിൽ ലയിപ്പിച്ച് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ മുളക് രണ്ടാമത് നല്ല പുഷ്ടിയായിട്ട് ഒരുപാട് വിളവ് തരും നമുക്ക്. മഴക്കാലത്ത് പൊതുവെ കീടബാധ കുറവായതിനാൽ നമുക്ക് നല്ല വിളവ് തന്നെ കിട്ടും. കുരുമുളക് തിരികൾക്കെന്ന പോലെ ഈ മുളകിനും മഴക്കാലം നല്ലവണ്ണം പരാഗണം നടന്ന് ഒരുപാട് മുളക് തിരിയിലുണ്ടാവും. അങ്ങനെ മുളക് പൊട്ടിച്ച് മടുക്കുന്ന ഒരു മഴക്കാലത്തിന് വേണ്ടി ഇന്നേ നമ്മൾ ഇതുപോലെ ശിഖരങ്ങളൊക്കെ വെട്ടി മാറ്റി പ്രൂൺ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ഇതുവരെ മുളകിനെ ആക്രമിച്ച കീടങ്ങളൊന്നും മഴക്കാലത്ത് ഇതിനരികത്തുകൂടി വരികയില്ല. ആ കീടബാധ ഇല്ലാതിരിക്കുന്ന സമയം നല്ല ഒരു വിളവ് തന്നെ ഉണ്ടാവും. ഇതുപോലെ പ്രൂൺ ചെയ്ത് വെട്ടി നിർത്തി കഴിഞ്ഞാൽ മഴക്കാലത്ത് ശിഖരങ്ങളൊക്കെ പുതിയത് വന്ന് മുളക് ചെടി നല്ല ആരോഗ്യത്തോടെ കൂടുതൽ കരുത്തോടെ മുളകുണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങളുടെ സ്വന്തം റിയൽ ഗ്രീൻ ബോക്സ് ആണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ലൈക്ക് ചെയ്തേക്കുക, അഭിപ്രായങ്ങൾ കമൻ്റാക്കി നമ്മുടെ റിയൽ ഗ്രീൻ ബോക്സ് എന്ന പെട്ടിയിലേക്ക് ഇട്ടേക്കുക. വീണ്ടും ഒരു വീഡിയോയിൽ കാണും വരെ ഓക്കെ, ബൈ.